ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. 1963 ചുനങ്ങാട് ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ഇന്ന് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലുമായി 6 ബ്രാഞ്ചുകളിലൂടെ കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട ഇടപാടുകാരുടെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന് സ്വന്തമായ ഒരു പുതിയ കെട്ടിടം എന്ന സ്വപ്നം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. എന്നാൽ മെയിൻ ബ്രാഞ്ച് നിലവിലുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നും മാറേണ്ട പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനം കൂടുതൽ സൗകര്യങ്ങളോടെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ കൂടി ലഭ്യമാക്കുന്ന തരത്തിൽ ഒറ്റപ്പാലം ടൗണിൽ തന്നെയുള്ള SBI കെട്ടിടത്തിന്റെ 1ാം നിലയിലേക്ക് മാറിയിട്ടുള്ളത്. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ചടങ്ങിൽ ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അംഗസമാശ്വാസ നിധി വിതരണവും ലോക്കറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ബ്ലിസൺ C. ഡേവിഡ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കെ രത്നമ്മ, ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് PM റഷീദ്, ഒറ്റപ്പാലം മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ, സഹകാരികളുടെ പ്രതിനിധി കെ മൊയ്തുപ്പ, ജീവനക്കാരുടെ പ്രതിനിധി AM സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി N. ലത സ്വാഗതവും വൈസ് പ്രസിഡന്റ് T. സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വളരെ ഐക്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ താല്പര്യത്തിന് മറ്റെല്ലാ താല്പര്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുക്കുന്ന ഒരു ഭരണസമിതിയും അതിനുതകുന്ന നിലയിലുള്ള ജീവനക്കാരുമാണ് ഈ ബാങ്കിലുള്ളത്. ഇപ്പോഴുള്ള ഭരണസമിതി മാത്രമല്ല, മുൻകാലത്തെ ഭരണസമിതിയും അന്നത്തെ ജീവനക്കാരുമെല്ലാം ഒറ്റപ്പാലം സർവീസ് ബാങ്കിന്റെ ജനകീയമായ ഒരു മുഖത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് സ്വാഭാവികമായും ആ ജനകീയമായിട്ടുള്ള നിലയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാനോ ഇടപെടാനോ സാധിക്കുകയില്ല. ഭരണസമിതിയായാലും ജീവനക്കാരായാലും ഒക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അറിയുന്നവരും മനസ്സിലാക്കുന്നവരും അത് പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സാധ്യതയുടെ അങ്ങേയറ്റം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ബാങ്ക് 206 കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കാണ്. ചെറിയ സംഖ്യയല്ല. 206 കോടി രൂപ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപം ഉണ്ടാവുക എന്ന് വന്നാൽ വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല.